നമസ്കാരം. കൊല്ലത്ത് നടക്കുന്ന CPM പാർട്ടി സംസ്ഥാന സമ്മേളനവും അവിടുത്തെ ചർച്ചകളുമൊക്കെയാണ് ഇപ്പോൾ വാർത്തകളിൽ ചൂടുപിടിക്കുന്നത്. പല നേതാക്കളെയും അവഗണിച്ചെന്നുള്ളതും തീരുമാനങ്ങൾ തെറ്റായി പോയെന്നുള്ളതുമായ പല വിലയിരുത്തലുകളും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴിതാ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയിലെ സെസ്സും ഫീസും അടക്കമുള്ള വിവാദ നിർദ്ദേശങ്ങൾ ചർച്ചയ്ക്ക് മുൻപേ പിന്തുണച്ച് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. സമ്മേളനത്തിൽ പാർട്ടി നേതാക്കന്മാരെല്ലാം എടുത്ത തീരുമാനങ്ങളെല്ലാം മുൻപേ ഫിക്സ് ചെയ്തതോ എന്ന സംശയത്തിലാണ് ഗോവിന്ദന്റെ ഈ നിലപാടിൽ നിന്നുയരുന്ന സംശയം. ചർച്ചയ്ക്ക് മുൻപ് പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്തെങ്കിൽ CPMൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പിണറായി തന്നെ. ഒരർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് എല്ലാ അർത്ഥത്തിലും കീഴടങ്ങിയിരിക്കുകയാണ്. ഈ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വികസനത്തിന് പണം വേണമെന്നും പണമില്ലെന്ന പേരിൽ വികസനം മുടക്കാനാകില്ലെന്നും നയരേഖയിൽ പറയുന്ന പ്രത്യേക ഫീസും സെസ്സും സാധാരണക്കാരെ ബാധിക്കില്ലെന്ന വാദം ആവർത്തിക്കുകയാണ് ഗോവിന്ദൻ. നയരേഖ ഇന്ന് സമ്മേളനം ചർച്ച ചെയ്യും. 4 മണിക്കൂറാണ് ചർച്ച. സ്വകാര്യ നിക്ഷേപങ്ങൾക്കും സ്വകാര്യവൽക്കരണത്തിനും നിരവധി നിർദ്ദേശങ്ങൾ അടങ്ങിയ നയരേഖയിൽ ജില്ലാ കമ്മിറ്റികൾ അഭിപ്രായം അറിയിക്കും. അതേസമയം പിണറായിയുടെ നിർദ്ദേശങ്ങൾക്കുള്ള പിന്തുണ MV ഗോവിന്ദൻ ഇന്ന് പാർട്ടി പത്രത്തിൽ എഴുതിയ ലേഖനവും ഇപ്പോൾ ചർച്ചയാകുന്നു. നിരവധി തുടർ വികസന ലക്ഷ്യങ്ങളാണ് പിണറായി അവതരിപ്പിച്ച രേഖ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതെല്ലാം പ്രാവർത്തികമാകണമെങ്കിൽ പണം ആവശ്യമാണ്. കേന്ദ്രമാകട്ടെ കേരളത്തെ അവഗണിക്കുകയുമാണ്. പണമില്ലെന്ന് പറഞ്ഞ് വികസന പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കാൻ സർക്കാരിന് കഴിയില്ല. ഇതിനായി അധിക വിഭവ സമാഹരണം നടത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിലാണ് സെസ്സുകൾ ചുമത്തുന്നതിനുള്ള സാധ്യത പരിശോധിക്കണമെന്നും എല്ലാ സൗജന്യങ്ങളും സമ്പന്ന വിഭാഗങ്ങൾക്കും നൽകേണ്ടതുണ്ടോ എന്നുമുള്ള ചോദ്യം രേഖ ഉയർത്തിയത്. ഈ സന്ദർഭത്തിലാണ് വരുമാനത്തിനനുസരിച്ച് പ്രത്യേക ഫീസ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അത് സാധാരണ ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതല്ല. നിലവിൽ തന്നെ ആരോഗ്യ മേഖലയിലും മറ്റും വരുമാനത്തിനനുസരിച്ച് സേവനങ്ങളുടെ ഫീസ് എന്ന സമ്പ്രദായം ഉണ്ട്. സാധ്യതകൾ ആരായണമെന്ന് പറയുന്നത് പോലും എന്തോ തെറ്റാണെന്ന് ധ്വനിപ്പിക്കാനുള്ള മാധ്യമ ശ്രമം വില പോകില്ല. കാരണം നാടിന്റെ വികസനം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ന്യായമായ കാര്യങ്ങളോട് അവർ അനുകൂലമായി പ്രതികരിക്കുമെന്നത് തന്നെയാണ് പാർട്ടി വിശ്വസിക്കുന്നത്. എന്തു തന്നെയായാലും കൊല്ലം സമ്മേളനം നവകേരളത്തെ പുതുവഴിയിലേക്ക് നയിക്കാൻ ആവശ്യമായ തീരുമാനം കൈക്കൊള്ളുക തന്നെ ചെയ്യും. ഗോവിന്ദന്റെ ഈ പ്രസ്താവന ഇപ്പോൾ തീപ്പൊരി കത്തിക്കുകയാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. കേന്ദ്രം പണം നൽകുന്നില്ല എന്ന കേരളത്തിന്റെ നിലവിളി തന്നെയാണ് ഇതിന് കാരണം. എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം പണം നൽകിയാൽ പോലും അതിലെല്ലാം തിരിമറി നടത്തി അവസാനം പിച്ചച്ചട്ടി എടുത്തു നിൽക്കുമ്പോൾ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞാൽ മതി. ഈ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. അതേസമയം ജില്ലാ സമ്മേളനങ്ങളിൽ പോലീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ ഉയർന്ന കടുത്ത വിമർശനം സംസ്ഥാന സമ്മേളനത്തിൽ അലിഞ്ഞില്ലാതായി. മുഖ്യമന്ത്രിയെ പ്രശംസിക്കുന്നതല്ലാതെ ഒരു വിമർശന ശബ്ദം പോലും കൊല്ലത്ത് ഉയർന്നില്ല. അതേസമയം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ കടുത്ത വിമർശനത്തിന് ഇരയായി. തുടർഭരണത്തിൽ മുഖ്യമന്ത്രി ഒഴികെ മറ്റൊരു മന്ത്രിയും പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ലെന്നും കുറ്റപ്പെടുത്തലുണ്ടായി. 7.5 മണിക്കൂർ നീണ്ട ചർച്ചയിൽ 12 വനിതാ പ്രതിനിധികൾ ഉൾപ്പെടെ 47 പേർ സംസാരിച്ചു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ്, ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.